ഇന്നലെയും ഇന്നുമായിട്ട് പ്രേക്ഷകർ ഒരു വാർത്ത കേൾക്കുന്നുണ്ടാവും. ഇസ്രായേലിന്റെ ഒരു F-35 വിമാനം ഇറാൻ വെടിവെച്ചിട്ടു എന്ന്. ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണല്ലേ. പക്ഷെ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ F-35 ഇറാൻ വെടിവെച്ചിട്ടോ? ആ ഒരു സംഭവത്തിൽ ഔദ്യോഗികമായ യാതൊരു വിശദീകരണവും ഇസ്രായേലിന്റെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. യാതൊരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. ഇസ്രായേലിന്റെ ഒരു F-35 ഇറാൻ വെടിവെച്ചിട്ടതിനെ സാധൂകരിക്കുന്ന തെളിവുകളും വന്നിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചത്തെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, നരേറ്റീവ് വാർഫെയറിന്റെ കാര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യക്ക് സംഭവിച്ച അതേ കാര്യം അമേരിക്കയ്ക്കും ഇസ്രായേലിനും സംഭവിക്കുകയാണ്. ലോകത്തിന്റെ സൂപ്പർ പവറായ അമേരിക്കയ്ക്ക് ഇൻഫർമേഷൻ വാർഫെയറിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അമേരിക്ക ഇസ്രായേലിന് മേൽ എത്രയൊക്കെ വിജയം നേടിയിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ലോക മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഇറാന്റെ മേന്മകൾ മാത്രം ആഘോഷിക്കപ്പെടുന്നു എന്നതിൽ നിന്ന് ഇനിയുള്ള കാലത്ത് യുദ്ധം ജയിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. തങ്ങളുടെ നേട്ടങ്ങൾ കൃത്യമായി ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ കഴിയുന്ന രാജ്യത്തിന് മാത്രമേ ഷൈൻ ചെയ്യാൻ കഴിയൂ എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന സംഭവങ്ങൾ, നാശനഷ്ടങ്ങൾ നമുക്ക് വിലയിരുത്താം. 2026 ഫെബ്രുവരി അവസാന വാരം മുതൽ ആരംഭിച്ച ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക നേരിട്ടുള്ള സൈനിക നീക്കങ്ങൾ പശ്ചിമേഷ്യയെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം പേർഷ്യൻ ഗൾഫിലും സമീപത്തുമായി നടന്ന ആക്രമണത്തിൽ ഒരു അന്തർവാഹിനി ഉൾപ്പെടെ ഏകദേശം 18 ഇറാൻ യുദ്ധ കപ്പലുകൾ തകർക്കപ്പെട്ടതായിട്ട് US അവകാശപ്പെടുന്നു. ഇറാൻ വ്യോമസേനയുടെ F-4E, F-5E, Su-22, Su-24 എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട 10ഓളം പോർ വിമാനങ്ങളാണ് തകർന്നത്. ബുഷർ എയർപോർട്ടിൽ നിർത്തിയിട്ടിരുന്ന ഒരു സിവിൽ വിമാനവും ആക്രമണത്തിൽ നശിച്ചിട്ടുണ്ട്. കൂടാതെ 8 H-1J ഹെലികോപ്റ്ററുകളും തകർക്കപ്പെട്ടു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിയുടെ വസതിയും കോമ്പൗണ്ടും തകർക്കപ്പെടുകയും അദ്ദേഹം കൊല്ലപ്പെട്ടതായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. പ്രധാന നഗരങ്ങളിലെ മിസൈൽ കേന്ദ്രങ്ങളും ആണവ ഗവേഷണ കേന്ദ്രങ്ങളും സമീപത്തുള്ള സൈനിക താവളങ്ങളും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിച്ചു. മാത്രമല്ല, ഇറാനിൽ മരണസംഖ്യ ഏകദേശം 1100-ലധികം പിന്നിടുകയാണ്. ഇതിൽ സൈനികരും സാധാരണക്കാരും കുട്ടികളും ഉൾപ്പെടെ മരണപ്പെട്ടവരിൽ പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എല്ലായ്പ്പോഴും എല്ലാ യുദ്ധങ്ങളും എന്നതുപോലെ സൈന്യത്തെ മാത്രമല്ല, സാധാരണക്കാരായ മനുഷ്യരെയും സ്ത്രീകളെയും കുട്ടികളെയും തന്നെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത്. ഇറാനിലെ സാധാരണക്കാരുടെ മനുഷ്യന് തന്നെയാണ് ഈ യുദ്ധം ഏറ്റവും വലിയ ഭീഷണിയായി മാറുന്നത്. ഇറാനിലെ മാത്രമല്ല, ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്കും ഇസ്രായേലിനും ഇതേ സ്ഥിതി തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇറാന്റെ ഒരു യുദ്ധക്കപ്പൽ ഇന്ത്യയിൽ വിശാഖപട്ടണത്ത് ഇന്ത്യയുടെ ഒരു നേവി പരിശീലനവുമായി ബന്ധപ്പെട്ട ഒരു അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഒരു യുദ്ധക്കപ്പൽ ശ്രീലങ്കയ്ക്ക് അടുത്തായിട്ട് അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ വെച്ച് തകർക്കപ്പെട്ടു. ഒരു ടോർപിഡോ ഉപയോഗിച്ച് നടന്ന ആക്രമണമാണ്. അമേരിക്കയുടെ മുങ്ങിക്കപ്പലിൽ നിന്നാണ് ആക്രമണം നടന്നത് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം അമേരിക്കയ്ക്ക് മൗറീഷ്യസിന് അടുത്തായിട്ട് ഒരു എയർബേസ് ഉണ്ട്, വലിയൊരു മിലിറ്ററി ബേസ് ഉണ്ട്. ആ ബേസിൽ നിന്ന് വന്ന മുങ്ങിക്കപ്പലായിരിക്കാം. എന്തായാലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കയ്ക്കും സാന്നിധ്യമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ മുങ്ങിക്കപ്പൽ തൊടുത്തുവിട്ട ഒരു ടോർപിഡോയാണ് ഇറാന്റെ മികച്ച യുദ്ധക്കപ്പലുകളിൽ ഒന്നിനെ തകർത്തിരിക്കുന്നത്. നിരവധി ജീവനുകളാണ് ഈ ഒരു ആക്രമണത്തിൽ പൊലിഞ്ഞിരിക്കുന്നത്. കപ്പൽ പൂർണ്ണമായും ഏറെക്കുറെ മുങ്ങി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ഇറാന് കനത്ത നഷ്ടങ്ങൾ ഈ യുദ്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇസ്രായേൽ അമേരിക്ക സഖ്യത്തിനുണ്ടായ നഷ്ടങ്ങൾ പരിശോധിച്ചാൽ അമേരിക്കയുടെ 3 F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനങ്ങൾ കുവൈറ്റിന് മുകളിൽ വെച്ച് തകർന്നു വീണു. ഇതൊരു സൗഹൃദ രാജ്യത്തിന്റെ വെടിയേറ്റതാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും തങ്ങളാണ് ഇതിനെ തകർത്തെന്ന ഇറാന്റെ അവകാശവാദം നിലനിൽക്കുന്നുമുണ്ട്. നിരവധി ഇസ്രായേൽ അമേരിക്കൻ ഡ്രോണുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോണും ഈ കൂട്ടത്തിൽ പെടുന്നുണ്ട്. അത് അത്യാധുനികമായിട്ടുള്ള ഒരു ഡ്രോണാണ്. ഇസ്രായേലിന്റെയും ആധുനിക ഡ്രോണുകൾ പലതും തകർക്കപ്പെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ 27 സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നിരുന്നു. ദുബായ്, ഖത്തർ എന്നിവിടങ്ങളിലെ US കേന്ദ്രങ്ങൾക്ക് സമീപം സ്ഫോടനങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവയിൽ പല അവരുടെ ബേസുകളിലും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അമേരിക്കൻ ഇസ്രായേൽ എയർ ഡിഫൻസ് സിസ്റ്റംസ് വർക്കായതിനാൽ കാര്യമായ നാശനഷ്ടത്തെ തടഞ്ഞു നിർത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൽ 12 പേരും അമേരിക്കൻ സൈനികരിൽ 6 പേരും കൊല്ലപ്പെട്ടതായിട്ട് ഔദ്യോഗിക കണക്കുകൾ പറയുന്നു. ഇനി ഇസ്രായേലിന്റെ F-35 വിമാനം വെടിവെച്ചിട്ടു എന്ന് പറയുന്ന വാർത്തയോട് പ്രതികരിച്ചാൽ നമുക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ ചിലതിൽ കാണുന്നത് ഇങ്ങനെയാണ്. 2026 മാർച്ച് 4-ന്
ഇസ്രായേൽ വ്യോമസേനയുടെ ഒരു F-35I എന്ന് പറയുന്ന വിമാനം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന് മുകളിൽ വെച്ച് ഒരു ഇറാനിയൻ പോർ വിമാനത്തെ യാക് 130 എന്ന് പറയുന്ന പോർ വിമാനത്തെ വെടിവെച്ചിട്ടു. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു F-35 വിമാനം ആൾബലമുള്ള മറ്റൊരു പോർ വിമാനത്തെ ആകാശപ്പോരിൽ തകർക്കുന്നത്, അതായത് എയർ ടു എയർ കോമ്പാറ്റിൽ തകർക്കുന്നത്. ഇസ്രയേലിന്റെ ഇവിടുത്തെ നേട്ടം എന്ന് പറയുന്നത് ഏകദേശം 40 വർഷത്തിന് ശേഷമാണ് ഇസ്രായേൽ വ്യോമസേന മറ്റൊരു രാജ്യത്തിന്റെ പോർ വിമാനത്തെ നേരിട്ടുള്ള ആകാശപ്പോരിൽ വീഴ്ത്തുന്നത്. എന്നാൽ ചില ഇറാനിയൻ മാധ്യമങ്ങളും തുർക്കി, ചൈന, റഷ്യ, അതുപോലെ ഗൾഫ് റീജിയണിലെ ചില മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഇറാന്റെ വിമാനം ഒരു F-35 വിമാനത്തെ തകർത്തു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇതിന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങളോ തെളിവുകളോ, അതായത് ഫോട്ടോയോ വീഡിയോകളോ ഇതുവരെയും ലഭ്യമല്ല. പലപ്പോഴും യുദ്ധമുഖത്ത് ശത്രുവിന്റെ ആത്മവീര്യം തകർക്കാൻ ഇത്തരം പ്രചാരങ്ങൾ നടക്കാറുണ്ട്. ഈ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഇസ്രായേൽ ഇപ്പോൾ ആ ക്ലെയിം നിഷേധിച്ചിട്ടുമുണ്ട്. F-35 എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ആധുനികമായ ഒരു 5ാം തലമുറ യുദ്ധവിമാനമാണ്. ഇപ്പൊ ഇറാൻ F-35 തകർത്തു എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് അതില്ല, തകർത്തിട്ടില്ല എന്ന് പറയാൻ നമുക്ക് ഈ സമയത്ത് കഴിയില്ല. ഇനിയിപ്പോൾ തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇസ്രായേലും അമേരിക്ക ഉടനെ വന്ന് ഞങ്ങളുടെ F-35 തകർന്നു എന്ന് സമ്മതിക്കുകയുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാനേ കഴിയൂ. തൽക്കാലമെങ്കിലും ഇസ്രായേലിന്റെ F-35 തകർക്കപ്പെട്ടു എന്ന വാർത്തയേക്കാൾ ഇറാന്റെ വിമാനത്തെ അത് തകർത്തു എന്ന വാർത്തയ്ക്കാണ് കൂടുതൽ വിശ്വാസ്യതയുള്ളത്. അതിന്റെ കാരണം F-35 ലോകത്തിലേക്കും വെച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് തന്നെയാണ്. അതിന്റെ 5ാം തലമുറ സവിശേഷതകൾ, അതിന്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഒക്കെ പ്രൂവ്ഡ് ആണ് ലോകത്തിന് മുന്നിൽ. ആ ഒരു വിമാനത്തിന്റെ അത്രയും സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു വിമാനം ഇന്നേ വരെ ചൈനയ്ക്കോ റഷ്യക്കോ പോലും നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇറാന്റെ കൈവശമുള്ള വിമാനങ്ങൾ നമുക്കറിയാം, താരതമ്യേന പഴഞ്ചൻ വിമാനങ്ങളാണ്. നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ ഒരു F-35 തകർക്കാൻ മാത്രമുള്ള ഒരു ശേഷി ഇറാൻ ഉണ്ട് എന്ന് കരുതുക വയ്യ. ഇറാൻ എന്നല്ല, ഒരുപക്ഷെ ചൈനയ്ക്കും റഷ്യയ്ക്കും പോലും അതത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് ഇനി അഥവാ ഇറാൻ അങ്ങനെ ഒരു F-35 തകർത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യം പറയാം, ആ നിമിഷം യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലും പരാജയപ്പെട്ടു എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഒരു F-35 വിമാനം ഈ യുദ്ധത്തിൽ എപ്പോൾ ഇറാൻ തകർക്കുന്നു ആ നിമിഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക യുദ്ധത്തിൽ പരാജയപ്പെട്ടു. പിന്നെ അമേരിക്ക ആണവ ബോംബ് കൊണ്ടുവന്ന് ഇറാന്റെ മുകളിലിട്ടു എന്ന് പറഞ്ഞാലും അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റില്ല. കാരണം അമേരിക്കയുടെ ഏറ്റവും മികച്ച ആയുധമായിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്തു എന്ന് അഭിമാനത്തോടെ അവർ പറയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള 5ാം തലമുറ യുദ്ധവിമാനത്തെ ജാംബവാന്റെ കാലത്തെ എയർക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ തകർത്തിട്ടുണ്ടെങ്കിൽ അതിനൊന്നും പറയാനില്ല. അതെന്ന് പറയുന്നത് ലോകത്തെ 8ാമത്തെ അത്ഭുതമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തൽക്കാലത്തേക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വാർത്തയല്ല. എവിഡൻസ് ഉണ്ട് എങ്കിൽ നമുക്കത് ആ സമയത്ത് ചർച്ച ചെയ്യാം. നിലവിൽ നമുക്ക് സ്ഥിരീകരിക്കപ്പെട്ടൊരു വാർത്ത F-35 യുദ്ധവിമാനം ഒരു ഇറാന്റെ വിമാനത്തെ തകർത്തു എന്നുള്ളതാണ്. ഈ കാര്യത്തിന് സ്ഥിരീകരണമുണ്ട്. യാക് 130 എന്ന് പറയുന്ന ഒരു വിമാനമായിരുന്നു അത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.